എല്ലാവർക്കും നമസ്കാരം. എന്തുകൊണ്ട് എല്ലാവരും ചക്രങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു? ചക്രങ്ങൾ രഹസ്യമായ ആത്മീയ ശക്തികളാണോ? ചക്രങ്ങളെ ആക്ടിവേറ്റ് ആക്കിയാൽ മോക്ഷം ലഭിക്കുമോ? ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്ന ഒരു വിഷയമാണ് ചക്രങ്ങളെ കുറിച്ചിട്ടുള്ളത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ആത്മീയ വിഷയങ്ങളിൽ ഒന്നാണ് ചക്രങ്ങൾ. ചക്ര ഹീലിംഗ്, ചക്ര മെഡിറ്റേഷൻ, ചക്ര ഓപ്പണിംഗ്, അങ്ങനെ ഒരുപാട് കോഴ്സുകളും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലും ഓൺലൈനിലും എല്ലാം അവൈലബിൾ ആണ്. പലരും പറയുന്നത് 7 ചക്രങ്ങൾ ആക്ടിവേറ്റ് ആക്കിയാൽ നിങ്ങൾക്ക് പ്രത്യേക ശക്തി ലഭിക്കും. മറ്റു ചിലർ പറയുന്നത് കുണ്ടലിനി ഉണർന്നാൽ മോക്ഷം ലഭിക്കും. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഇത് സത്യമാണോ അതോ തെറ്റായി മനസ്സിലാക്കിയിരിക്കുന്നതാണോ? മോക്ഷത്തിന് ചക്രങ്ങൾ അനിവാര്യമാണോ അതോ അവ വെറും സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗം മാത്രമാണോ? ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ലോജിക്കലായി വിശദമായി മനസ്സിലാക്കാം. ചക്രങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ 3 പ്രധാനപ്പെട്ട നെറ്റ്വർക്കുകളെ കുറിച്ച് മനസ്സിലാക്കാം. പ്രിയമുള്ളവരെ, മനുഷ്യ ശരീരം 3 പ്രധാന നെറ്റ്വർക്കുകളിലൂടെ പ്രവർത്തിക്കുന്നു. ഒന്നാമത്തേത് രക്തചംക്രമണം നടത്തുന്ന ബ്ലഡ് വെസൽസ്, അതായത് ബ്ലഡ് വെസൽ നെറ്റ്വർക്ക്. ആധുനിക ശാസ്ത്രം പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഏകദേശം 1 ലക്ഷം കിലോമീറ്റർ നീളമുള്ള രക്തക്കുഴലുകൾ ഉണ്ടെന്നാണ്. ഇത് ശരീരത്തിന്റെ ഓരോ കോശത്തിലും ഓക്സിജനെയും പോഷകങ്ങളെയും എത്തിക്കുന്നു. അടുത്തത് നമ്മളുടെ നാഡീ വ്യവസ്ഥ, നെർവസ് നെറ്റ്വർക്ക്. നമ്മുടെ തലച്ചോറിൽ ഏകദേശം 86 ബില്യൺ, അതായത് 8600 കോടി ന്യൂറോൺസ് ഉണ്ടെന്നാണ്. ശരീരത്തിന്റെ സിഗ്നലുകൾ കൈമാറുന്നത് ഇവയാണ്. ഇത് നമ്മളെ ചിന്തിക്കാനും അനുഭവിക്കാനും പ്രവർത്തിക്കാനും സഹായിക്കുന്നു. ഈ 2 നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നത് നമ്മുടെ സ്ഥൂല ശരീരം, അതായത് ഫിസിക്കൽ ബോഡിയിലാണ്. നമുക്ക് ഇവയെ കാണാൻ സാധിക്കും. എന്നാൽ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ ഇതുപോലെ ഒരു നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നത്തെ വിഷയം അതാണ്. അതിനെയാണ് എനർജി നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള പ്രാണനെ അല്ലെങ്കിൽ ലൈഫ് ഫോഴ്സിനെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നതാണ് ഈ നെറ്റ്വർക്കിന്റെ പ്രധാന ജോലി. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 72,000 നാഡികൾ ഉണ്ട് എന്ന് യോഗശാസ്ത്രം പറയുന്നു. ഇതാണ് നമ്മുടെ ലൈഫ് ഫോഴ്സ്, അതായത് പ്രാണൻ വഹിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ രക്തക്കുഴലുകൾ രക്തത്തെ വഹിക്കുന്നു, ഫിസിക്കൽ നാഡികൾ സിഗ്നൽസിനെ കൊണ്ടുപോകുന്നു, സൂക്ഷ്മ ശരീരത്തിലെ നാഡികൾ നമ്മുടെ പ്രാണനെ വഹിക്കുന്നു. ഇനി നമുക്ക് ഈ സൂക്ഷ്മ ശരീരത്തെക്കുറിച്ചും നാഡികളെക്കുറിച്ചും പ്രാണനെക്കുറിച്ചും മനസ്സിലാക്കാം. നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ രക്തക്കുഴലുകൾ ഉള്ളതുപോലെ സട്ടിൽ ബോഡി, അതായത് സൂക്ഷ്മ ശരീരത്തിൽ നാഡികളുണ്ട്. പ്രാണൻ അഥവാ ലൈഫ് ഫോഴ്സ് ഇതിലൂടെ ഒഴുകുന്നു. യോഗശാസ്ത്രത്തിൽ ഒരു മനുഷ്യ ശരീരത്തിൽ 72,000 നാഡികൾ ഉണ്ട് എന്ന് പറയുന്നു. ഇതിൽ 36,000 നാഡികൾ ഇടതുഭാഗത്തു കൂടിയും 36,000 നാഡികൾ വലതുഭാഗത്തു കൂടിയും വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് ശരീരത്തിലെ പ്രധാനപ്പെട്ട 3 നാഡികളെ കുറിച്ച് മനസ്സിലാക്കാം. ഒന്നാമത്തേത് ഈഡ, ഇത് ശരീരത്തിന്റെ ഇടതുഭാഗത്താണ്. അടുത്തത് പിംഗള, ഇത് ശരീരത്തിന്റെ വലതുഭാഗത്താണ്. മൂന്നാമത്തെ നാഡിയെയും ഏറ്റവും പ്രധാനമായത് സുഷുമ്ന, ശരീരത്തിന്റെ മധ്യഭാഗത്ത് നട്ടെല്ലിന് ഇരുവശത്തുമായി സ്ഥിതി ചെയ്യുന്നു. ഈ നാഡികളിലൂടെയാണ് പ്രാണൻ സഞ്ചരിക്കുന്നത്. ഇനി നമുക്ക് നാഡികളിലൂടെ പ്രാണൻ എങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് നോക്കാം. സാധാരണ മനുഷ്യരിൽ പ്രാണൻ പ്രധാനമായും ഈടയിലൂടെയും പിംഗളയിലൂടെയുമാണ് സഞ്ചരിക്കുന്നത്. ഇത് നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധാരണ ജീവിതം നയിക്കാനും സഹായിക്കുന്നു. പക്ഷേ ഈ പ്രാണന്റെ സഞ്ചാരം സുഷുമ്ന നാഡിയിൽ കുറവായിരിക്കും. നമ്മൾ ധ്യാനവും പ്രാണായാമവും ചെയ്യുമ്പോൾ ഈ പ്രാണൻ സുഷുമ്ന നാഡിയിലൂടെ ഒഴുകാൻ തുടങ്ങുന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രധാന ചക്രങ്ങൾ എല്ലാം സുഷുമ്ന നാഡിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രാണനെ സുഷുമ്ന നാഡിയിലേക്ക് കൊണ്ടുവരാനാണ് യോഗികൾ ധ്യാനവും പ്രാണായാമവും ചെയ്യുന്നത്. പ്രാണനെ സുഷുമ്ന നാഡിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് യോഗികൾ ധ്യാനവും പ്രാണായാമവും ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രധാനമായും ചക്രങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം. എന്താണ് ചക്രങ്ങൾ? വളരെ ലളിതമായ വീട്ടിലെ ഒരു വൈദ്യുതി സംവിധാനത്തിന്റെ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഒരു വീട്ടിൽ വൈദ്യുതി വയറുകളിലൂടെ ഒഴുകുന്നു. ചില പ്രധാന സ്ഥലങ്ങളിൽ ജംഗ്ഷൻ ബോക്സുകൾ ഉണ്ടാവും, നിങ്ങൾ കണ്ടിരിക്കും. ഈ ജംഗ്ഷൻ ബോക്സുകൾ വൈദ്യുതിയെ വിതരണം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അവയെ സ്വീകരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ചക്രം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇവിടെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് പ്രാണ ആണ്, നമ്മുടെ ലൈഫ് ഫോഴ്സ് ആണ്. വയറുകൾ എന്ന് പറയുന്നത് നമ്മുടെ നാഡീസ് ആണ്. അപ്പോൾ ജംഗ്ഷൻ ബോക്സുകളാണ് ചക്രങ്ങൾ. അതായത് നാഡികൾ
വന്നു ചേരുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ജംഗ്ഷൻ ബോക്സുകളാണ് ചക്രങ്ങൾ എന്ന് പറയുന്നത്. ഒരു ചക്രത്തിന്റെ രൂപത്തിൽ കാണുന്നത് കൊണ്ടാണ് ഇതിനെ ചക്രങ്ങൾ എന്ന് പറയുന്നത്. നാഡികൾ കൂടിച്ചേരുന്ന കേന്ദ്രങ്ങളാണ് ഇവ പ്രാണനെ ശരീരത്തിനും മനസ്സിനും വിതരണം ചെയ്യുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജംഗ്ഷൻ ബോക്സുകൾ വൈദ്യുതിയെ സൃഷ്ടിക്കുന്നില്ല, അതുപോലെ ചക്രങ്ങൾ പ്രാണനെ സൃഷ്ടിക്കുന്നില്ല, അത് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 114 ചക്രങ്ങൾ ഉണ്ടെന്ന് യോഗശാസ്ത്രം പറയുന്നു. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട 7 ചക്രങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ 7 ചക്രങ്ങളിലാണ് നമ്മളുടെ നാഡികളെല്ലാം കൂടിച്ചേരുന്നതും അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കുന്നതും. ഇനി നമുക്ക് ഈ ചക്രങ്ങളുടെ പ്രാധാന്യം എങ്ങനെ വരുന്നു എന്ന് നോക്കാം. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യ ശരീരത്തിൽ 4 എനർജി ഫോമുകളാണ് ഉള്ളത്. ആദ്യത്തേത് ഫിസിക്കൽ എനർജി, അതായത് ശാരീരിക ഊർജം. അടുത്തത് മെന്റൽ എനർജി, മാനസിക ഊർജം. മൂന്നാമത്തത് ഇമോഷണൽ എനർജി, നമ്മുടെ വൈകാരികമായ ഊർജം. അവസാനമായി സ്പിരിച്വൽ എനർജി, നമ്മളുടെ ആത്മീയ ഊർജം. ചക്രങ്ങളെല്ലാം ഈ ഊർജങ്ങളെ സന്തുലിതമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു. ചക്ര നിയന്ത്രണത്തിലൂടെ ഈ ഊർജങ്ങളെ സന്തുലിതമാക്കാൻ നമുക്ക് സാധിക്കുന്നു. ഈ 4 എനർജികളും സന്തുലിതമാകേണ്ടത് ശാരീരികവും മാനസികവും ആത്മീയവുമായ വൈകാരികവുമായ വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. ധ്യാനത്തിലൂടെയും പ്രാണായാമത്തിലൂടെയും മാത്രമേ നമുക്ക് ഈ എനർജികളെ സന്തുലിതമാക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ചക്രങ്ങളുടെ പ്രാധാന്യം. ഇനി നമുക്ക് 7 ചക്രങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. 7 ചക്രങ്ങൾ. ആദ്യത്തെ ചക്രത്തിന്റെ പേര് മൂലാധാരം എന്നാണ്. ഇത് നമ്മളുടെ നട്ടെല്ലിന്റെ ആരംഭത്തിലാണുള്ളത്. അടുത്ത ചക്രത്തിന്റെ പേര് സ്വാധിഷ്ഠാനം. നമ്മുടെ ജനനേന്ദ്രിയത്തിന്റെ താഴെയാണ് ഇതിന്റെ സ്ഥാനം. അടുത്തത് മണിപൂരകം. നാഭിക്ക് തൊട്ടു മുന്നിൽ ഡയഫ്രത്തിന് തൊട്ടു താഴെയാണ് ഈ ചക്രത്തിന്റെ സ്ഥാനം. അടുത്തത് അനഹത്ത. ഇത് നമ്മുടെ ഹൃദയഭാഗത്താണ് വരുന്നത്. അടുത്ത ചക്രത്തെ വിശുദ്ധി എന്നാണ് പറയുന്നത്. ഇത് നമ്മളുടെ തൊണ്ടയിലാണ് വരുന്നത്. ആറാമത്തെ ചക്രം ആജ്ഞ. ഇത് പുരികത്തിന്റെ മധ്യഭാഗത്ത് നമ്മുടെ നെറ്റിയിലാണ് ഇതിന്റെ സ്ഥാനം. അവസാന ചക്രത്തെ സഹസ്രാര എന്ന് പറയുന്നു. ഈ ചക്രം നമ്മുടെ ശരീരത്തിന് അപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ചക്രങ്ങളെ കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. ആദ്യത്തേത് മൂലാധാര ചക്ര. നട്ടെല്ലിന്റെ തുടക്കത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ അതിജീവനത്തെ സൂചിപ്പിക്കുന്നു. നമുക്കറിയാം, ഏതു മനുഷ്യന്റെ ഏറ്റവും ആദ്യത്തെ കാര്യം എന്നത് ഭക്ഷണവും ഉറക്കവും അതിജീവനവുമാണ്. അതുപോലെ ഭയവും ഈ ചക്രത്തെ പ്രതിദാനം ചെയ്യുന്നു. ഈ ചക്രത്തിൽ എനർജി കൂടുതലായി ഫോക്കസ് ആയ ആളുകൾ ജീവിതത്തിൽ അതിജീവനത്തിന് പ്രാധാന്യം നൽകുന്നു. അവരുടെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ് ഭക്ഷണം, ഉറക്കം എന്നീ കാര്യങ്ങൾ മാത്രമായിരിക്കും. രണ്ടാമത്തെ ചക്ര സ്വാധിഷ്ഠാനം. ഇത് അടിവയറിന്റെ ഭാഗത്താണ്, നാഭിക്ക് താഴെ. ഇത് സുഖങ്ങളും ലൈംഗികതയും ആസ്വാദനത്തെ പ്രതിദാനം ചെയ്യുന്നു. ഈ ചക്രത്തിൽ എനർജി ഫോക്കസ്ഡ് ആയ ആളുകൾ ലൈംഗിക, ഇന്ദ്രിയ സുഖങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നു. മൂന്നാമത്തെ ചക്രം മണിപൂരകം. ഇത് നാഭിയുടെ തൊട്ടുമുകളിൽ ഡയഫ്രത്തിനും താഴെ സ്ഥിതി ചെയ്യുന്നു. ആഗ്രഹ പൂർത്തീകരണവും ലൗകിക നേട്ടങ്ങൾ എന്നിവയെ പ്രതിദാനം ചെയ്യുന്നു. പണസമ്പാദനം, വലിയ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കൽ എന്നിവ ഈ ചക്രത്തിൽ എനർജി ഫോക്കസ്ഡ് ആയവരുടെ പ്രത്യേകതകളാണ്. സത്യത്തിൽ മനുഷ്യരാശിയുടെ ഭൂരിഭാഗവും ഈ 3 ചക്രങ്ങളിലാണ് ജീവിക്കുന്നത്. ഭൗതികവും ലൗകികവുമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമം, ഇന്ദ്രിയ സുഖങ്ങളും ബാഹ്യ സുഖങ്ങളും ആസ്വദിക്കുന്നതിനുള്ള തീവ്രമായ ആഗ്രഹങ്ങൾ, അതുപോലെ ശാരീരിക സുഖവും ഭക്ഷണവും ഉറക്കവും ഇതിന് പ്രാധാന്യം നൽകൽ, ഇതെല്ലാം ഈ ചക്രത്തിന്റെ പ്രത്യേകതകളാണ്. ഇനി നമുക്ക് 4ാമത്തെ ചക്രം നോക്കാം. ഇവിടെ നിന്നാണ് ആത്മീയ യാത്രയുടെ ഒരു ആരംഭം തുടങ്ങുന്നത്. ഇത് നമ്മുടെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. സ്നേഹം, കരുണ ഇതെല്ലാം ഈ ചക്രം പ്രതിദാനം ചെയ്യുന്നു. ഈ ചക്രത്തിൽ എനർജി ഫോക്കസ്ഡ് ആയ ആളുകൾ മറ്റുള്ളവരെ സഹായിക്കാനും സ്വന്തം താല്പര്യങ്ങൾക്കപ്പുറം മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി 5ാമത്തെ ചക്രം വിശുദ്ധി ചക്രം. ഇതും നമ്മുടെ തൊണ്ടയിലാണ് വരുന്നത്. നമ്മുടെ സംസാര ശുദ്ധിയും സത്യസന്ധതയും പ്രതിദാനം ചെയ്യുന്നു. സാധാരണയായി ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം ഈ ചക്രത്തിൽ എനർജി ഫോക്കസ്ഡ് ആയ ആളുകൾ കാണിച്ചു വരുന്നു. 6ാമത്തെ ചക്രം ആജ്ഞാ ചക്രം. ഇത് നമ്മുടെ നെറ്റിയുടെ 2 പുരികത്തിന്റെ മധ്യഭാഗത്താണ് ഇതിന്റെ സ്ഥാനം. നമ്മുടെ ബുദ്ധിയെ പ്രതിദാനം ചെയ്യുന്നു. വിവേകം, ചിന്തകളിലെ വ്യക്തത, തെറ്റും ശരിയും വേർതിരിച്ചറിയാനുള്ള കഴിവ് എല്ലാം ഈ ചക്രം പ്രതിദാനം ചെയ്യുന്നു.
ഇതിനെ മൂന്നാം കണ്ണ്, ഈ ചക്രത്തിനെ മൂന്നാം കണ്ണ് അല്ലെങ്കിൽ തൃക്കണ്ണ് എന്ന് വിളിക്കുന്നു. അതായത് നമുക്ക് മറ്റ് രണ്ട് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത കാര്യങ്ങൾ മൂന്നാമത്തെ കണ്ണിലൂടെ വിവേകത്തോടെ കാണാൻ സാധിക്കുന്നു. അവസാന ചക്രത്തെ സഹസ്രാര ചക്ര എന്ന് വിളിക്കുന്നു. ഇത് ശരീരത്തിന് പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. ശാന്തത, സമാധാനം, ധ്യാനത്തിന്റെ പരിസമാപ്തിയിലുള്ള സമാധി എല്ലാം ഇതിന്റെ ഭാഗമാണ്. നമ്മൾ സമാധി എന്ന വീഡിയോയിൽ സമാധി സ്ഥിതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ പരമമായ ശാന്തിയാണ് ഈ ചക്രത്തിൽ എനർജി ഫോക്കസ്ഡ് ആയ ആളുകൾക്ക് ഉണ്ടാവുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ചക്രങ്ങൾ എന്നത് സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗങ്ങളാണ്. പക്ഷെ നിങ്ങളുടെ യാഥാർത്ഥ്യം എന്നത് ഇതിന് അപ്പുറമുള്ള ഒരു ബോധം, അതായത് കോൺഷ്യസ്നസ് ആണ്. ഇനി നമുക്ക് ചക്രങ്ങളെ കുറിച്ചുള്ള പൊതുവായ ചില തെറ്റിദ്ധാരണകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ചക്രങ്ങൾ സത്യവും മിഥ്യയും. ഒന്നാമത്തെ സത്യം, എല്ലാ മനുഷ്യരിലും ചക്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, ആക്ടിവേറ്റ് ആണ്. ചക്രങ്ങൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജീവിതം നയിക്കാൻ കഴിയില്ല. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ അതിജീവനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു, നിങ്ങൾ സ്നേഹവും ദയവും കരുണയും കാണിക്കുന്നു, നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുന്നു, ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങളെ വേർതിരിച്ച് കാണുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ചക്രങ്ങൾ പ്രവർത്തിക്കുന്നു എന്നതാണ്. എന്നാൽ പല ഓൺലൈൻ കോഴ്സുകളും ചക്ര ആക്ടിവേഷൻ ആണ്, നിങ്ങളുടെ ചക്രങ്ങൾ ബ്ലോക്ക് ആണ്, അങ്ങനെ പറയാറുണ്ട്. അവർ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ ഇതിന്റെ തീവ്രത വർദ്ധിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ചക്രങ്ങൾ പൂർണ്ണമായും ഒരു മനുഷ്യനും ബ്ലോക്ക് ആയിട്ടല്ല നിൽക്കുന്നത്. രണ്ടാമത്തേത്, ചക്രങ്ങൾ നിങ്ങളുടെ സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗമാണ്, അല്ലാതെ ചില ചിത്രങ്ങളിൽ കാണുന്നത് പോലെ നമ്മുടെ ഫിസിക്കൽ ബോഡിയുടെ ഭാഗമല്ല. മൂന്നാമത്തേത്, ശരിയായ ആത്മീയ യാത്രയിൽ ചക്രങ്ങളല്ല നമ്മുടെ പ്രധാന ലക്ഷ്യം, നമ്മുടെ യാഥാർത്ഥ്യത്തെ കണ്ടെത്തലാണ് പ്രധാന ലക്ഷ്യം, മോക്ഷം. ഇനി നമുക്ക് ചക്രങ്ങളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നോക്കാം. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണ, ചക്രങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് നേരിട്ട് മോക്ഷം നൽകുന്നില്ല. മോക്ഷം എന്നത് ആത്മജ്ഞാനത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ, അല്ലാതെ എനർജി മൂവ്മെന്റ് അല്ലെങ്കിൽ പ്രാണ മൂവ്മെന്റ് കൊണ്ട് സാധ്യമാവുകയില്ല. രണ്ടാമത്തെ തെറ്റിദ്ധാരണ, ചക്രങ്ങളെല്ലാം ആക്ടിവേറ്റ് ആയാൽ അമാനുഷിക ശക്തി ലഭിക്കുമെന്നതാണ്. എന്നാൽ ഇത് തികച്ചും തെറ്റാണ്. മൂന്നാമത്തത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ചക്രങ്ങൾ നിങ്ങളുടെ സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗമാണ്, അത് നിങ്ങളല്ല. നിങ്ങൾ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരത്തിനും അപ്പുറമുള്ള ഒരു കോൺഷ്യസ്നസ്, ചൈതന്യമാണ്. നിങ്ങളുടെ അഭാവത്തിൽ ഇവ രണ്ടും പ്രവർത്തനരഹിതമാണ്. നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. വേദാന്തം പറയുന്നത് ചക്രങ്ങളുടെ പ്രവർത്തനം നിങ്ങളെ ധ്യാനത്തിന് സഹായിക്കുന്നു, പക്ഷെ ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ നിങ്ങൾ മോക്ഷത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. മനസ്സിന്റെ ശുദ്ധിക്കും ശാന്തിക്കും നമുക്ക് ചക്രങ്ങളുടെ പ്രവർത്തനം സഹായകമാണ്. എന്നാൽ നിങ്ങൾ ചക്രത്തിനും സൂക്ഷ്മ ശരീരത്തിനും അപ്പുറമുള്ള യാഥാർത്ഥ്യമാണ്. നിങ്ങൾ സച്ചിദാനന്ദ ആത്മാവാണ്. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത മാന്യ അംഗങ്ങൾക്ക് ആഴത്തിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. വേദാന്ത സത്യങ്ങളെ ലളിതമായി പ്രതിപാദിക്കുന്ന ഒരു ചാനലാണിത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.